ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മെഹറാജ് നോമിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ വേഗം ഉണ്ടാക്കി ബീഫ് കൊടുന്നപ്പോൾ അവർ കറിയാണ് കേട്ടോ വെച്ചേക്കാണ് കേട്ടോ. കാരണം എനിക്ക് ഇവിടെ വെള്ളം വരുന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയാകുമ്പത്തിന് വെള്ളം വരുമ്പോൾ ആ വെള്ളത്തിന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പണിയാളൊന്നും ചിലപ്പോൾ എടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി വേഗം പിന്നെ കുക്കറിലിട്ടിട്ടാണ് വിസിലടുപ്പിച്ചൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ അത് നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഉള്ളിയും തക്കാളിയും കിഴങ്ങൊക്കെ വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഉപ്പൊക്കെ ഇട്ടുകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരത്തെ ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കിഴങ്ങ് വലിയതായിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്നറിയോ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നമ്മൾ കറി വെന്ത് കഴിഞ്ഞാൽ ഉടക്കരുത് കേട്ടോ. പിന്നെ ഇത് പിന്നെ നല്ല എരിവും ഉപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഇതാക്കണം നമുക്കിനി ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാക്കണം. പിന്നെ ഇന്നിപ്പോൾ ഏതായാലും ബീഫും നെയ്ച്ചോറും ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ അതാ ബീഫ് ഇട്ടുകൊണ്ട് ഇത് സച്ചുവിൻ്റെ പണിയാണ്, ഈ ഒരു കൊത്തി ഇളക്കണ പണി കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ കൈ കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് ആണ് വീഡിയോ എടുക്കണത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ബീഫൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി വിസിലടുപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിതാ പഴംപൊരി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതാ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ മൈദ എടുത്തുക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ കുറച്ച് ഞാൻ അരിപ്പൊടി എടുത്തുക്കണം. പിന്നെ ഇതാക്കണം പിന്നെ പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാക്കണം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് എന്താക്കണം നമ്മളതങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, പഴംപൊരിക്ക് നല്ലോണം കുഴക്കണം കേട്ടോ. പിന്നെ ഞാനിതിലാണെങ്കിൽ അപ്പസോഡ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ ഒരു 11 മണിക്കൊക്കെയാണ് ഇത് ഞാൻ കുഴച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലോണം ഒന്ന് പിന്നെ സെറ്റ് ആവുമല്ലോ. അപ്പോൾ ഇതാക്കണം ഞാൻ പിന്നെ ഇതിൻ്റെ വെള്ളം പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കി. പിന്നെ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ നിൽക്കണത് കേട്ടോ. അപ്പോഴേക്കും നല്ല മാവൊക്കെ നല്ലോണം നല്ലൊരു കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ചുട്ട് നോക്കണം കേട്ടത്. അപ്പോൾ ഏതായാലും ഇതാ എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് നല്ല ചൂടായിക്കിട്ട് എണ്ണ. അപ്പോൾ ഇതാക്കണം ഞാൻ പഴം പൊരിക്കുന്ന കുറച്ച് ഒരു പഴം നടകം മുറിച്ചിട്ട് അങ്ങനെ 3 പീസാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നോമ്പായതുകൊണ്ട് എന്താണെന്നറിയോ, പിന്നെ മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം കടി ഉണ്ടാക്കണം കേട്ടോ മെച്ചേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അവരൊരു ആഗ്രഹമല്ലേ. അപ്പോൾ എന്തായാലും നോമ്പൊക്കെ നോറ്റായില്ല. അപ്പോൾ എന്തായാലും ഞാൻ അത്യാവശ്യം കടിയൊക്കെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാക്കണേ നമ്മൾ ചെറുനാരങ്ങൻ്റെ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാക്കണം ചെറുനാരങ്ങയാണെങ്കിൽ ഭയങ്കര കട്ടി കേട്ടോ. ഇതാണെങ്കിൽ പിഴിഞ്ഞിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നല്ല ഓങ്ങി പിഴിയേണ്ടി വന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാ ചെറുനാരങ്ങൻ്റെ വെള്ളമൊക്കെ ഉണ്ടാക്കി അവിടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ. അപ്പോൾ ഇതാക്കണേ ഇനിയിപ്പോൾ നമുക്ക് ചോറും കൂടി വെച്ചൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കണം. പിന്നെ നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഉള്ളിയൊക്കെ പൊരിച്ചെന്നൊക്കെ വരണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയായിട്ട് ഉണ്ടാക്കി. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പൊരിച്ച ഉള്ളിയൊക്കെ അതിലിട്ടിട്ട് പിന്നെ അങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നെയ്ച്ചോറിന്. അപ്പോൾ എന്തായാലും ഇതാക്കണം ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മൾ ഉള്ളീൻ്റെ നിറമൊക്കെ മാറി വന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടിയും കഴിയും കേട്ടോ. പിന്നെ നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുമല്ലോ. പിന്നെ ഞാനൊറ്റക്കാണെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കുമല്ലോ കേട്ടോ. മക്കളെല്ലാവരും നോറ്റുകൊണ്ടാണ് കേട്ടോ. കാരണം അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തായാലും. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെയല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെതാ ഏകദേശം കുക്കായി വന്ന് വെള്ളമൊക്കെ വറ്റിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് പിന്നെ നമ്മൾ പറ്റന തീ കുറച്ചെങ്ങാണ്ടൊന്ന് ഡാവിയിൽ കിടന്നായാൽ നമ്മളെ ചോറ് വിടാൻ സെറ്റാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാക്കണ ഞാൻ നെയ്യൊക്കെ ഒന്ന് വെച്ചെങ്ങാണ്ട് നമ്മളെ മേലെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതാക്കണം. പിന്നെ പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിലേക്ക് പിന്നെ മല്ലിച്ചപ്പ് പുതിന കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ചെറുതായിട്ട് എരിഞ്ഞേക്കണം കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ തന്നെ. അപ്പോൾ ഏതായാലും ഇത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതൊന്നുമില്ല മൂടി വെക്കുക. നമ്മൾ തിന്നാൻ നേരത്തൊന്ന് തുറന്നുകാണ്ട് നമ്മൾ എന്താക്കും മിക്സ് ചെയ്ത് കണ്ടാണ്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് അങ്ങനെ അതാ കറി കൂടെ വെന്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വറവിട്ട് കണ്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയിലാട്ടോ വറവിടുന്നത്. അടുത്ത കറിക്ക് എടുത്ത് വെച്ചതിൻ്റെ ചെറിയൊരു പൊട്ട് ഉള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതരിഞ്ഞ് കണ്ട് എന്താക്കി പിന്നെ മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുങ്ങാണ്ട് കറി കണ്ട് ഒഴിച്ചുങ്ങാണ്ട് എന്താക്കി അതുകൊണ്ട് ലെവലാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത് ഇതാക്കണ നമ്മളെ പിന്നെ വത്തക്കണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് മുറിക്കണം. ഇപ്പോൾ ഏകദേശം 6 മണി ആയിക്കണം കേട്ടോ സമയം. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് മുറിച്ചുങ്ങാണ്ട് വെച്ചാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നാമത് എൻ്റെ കത്തിക്ക് തീരെ മൂർച്ചയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കത്തി മൂർച്ചയാക്കി കഴിഞ്ഞാൽ എൻ്റെ കൈമ തന്നെ തട്ടും കേട്ടോ.
കയ്യിനൊരു മുറിവൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ എപ്പോഴും എന്തൊരു പണിയെടുക്കുകയാണെങ്കിലും അതിന്മേൽ തന്നെ തട്ടുട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അതാ ഞാനും അധികം മൂർച്ചയാക്കില്ല കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടാണ്ട് നമുക്ക് ഏകദേശം ഇതാ ബാങ്ക് കൊടുക്കാൻ സമയമായി തുടങ്ങിയിട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാതും മേശപ്പുറത്ത് സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ സച്ചൊക്കെ കുറച്ച് കഴിഞ്ഞ് വലിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും തിന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ തിന്നാതാകുമ്പോൾ കുറച്ചൊരു ക്ഷീണം പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഇതാക്കണം, ബാങ്ക് കൊടുത്തു, മക്കൾ ഇതാ നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിലൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഓരങ്ങനെ തിന്നണം കുടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴംപൊരി നല്ലതിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സ്മൂത്ത് ഉണ്ടല്ലോ, കടയിൽ കിട്ടണ മാതിരി നല്ല പൊളച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ പിന്നെ നമ്മളെ മേറാജ് നോമ്പ് ഇവിടെ റാത്തായങ്ങാണ്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതാ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടോ. അങ്ങനെ ഇതാക്കണം, ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ നമ്മൾ ഒരു 9 മണിയായപ്പോൾ ആണ് കഴിച്ചത് കേട്ടോ. കാരണം എണ്ണക്കടിയൊക്കെ തിന്നുകൊണ്ട് അത്ര വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള നെയ്ച്ചോറ് ഇങ്ങനെ പ്ലേറ്റിലേക്ക് വിളമ്പി അതിൻ്റെ കൂടെ നല്ല ബീഫ് കറിയും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ആക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.